ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഒരുപാട് ഇടണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഉള്ളത് സർപ്രൈസായിട്ട് പിന്നീട് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു സീക്രട്ടായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കുറച്ച് ലാഗാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് ഇട്ടിരുന്നു. അത് പാടത്ത് പോയതിന് ശേഷം തിരിച്ചെത്തിയപ്പോഴേക്കുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ രണ്ടുപേരും കാല് ഭയങ്കര വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് പെഡിക്യൂർ. എല്ലാ മാസങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. ഇപ്പോൾ എനിക്കൊന്നൊരു 4-5 മാസങ്ങളായിട്ട് അങ്ങനത്തെ സംഭവമേ നമ്മൾ പെഡിക്യൂർ ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതായാലോ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. പെഡിക്യൂർ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കണ കോമൺ ആയിട്ടുള്ള ഐറ്റംസാണിത്. പലരും പല രീതിയിലാണ് ചെയ്യാറ്. പെഡിക്യൂറും അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത്ര ഐറ്റംസ് വെച്ചാണ് ഞാൻ ചെയ്യണത്. ഞാനൊരു ബക്കറ്റിൽ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് വേണ്ട, നമുക്ക് ഇളം ചൂടുവെള്ളം മതി. അതിലേക്ക് സോഡാപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. സോഡാപ്പൊടി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലതാട്ടോ, നമുക്ക് നമ്മുടെ കാലിൽ അണുക്കളൊക്കെ പോകാനൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതിലേക്ക് വിനാഗിരി, അതിനുശേഷം ഞാൻ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യണത്. ഒരു ക്ലീൻ പ്ലസിൻ്റെ ഷാമ്പു ആണ്. നമുക്ക് ഏത് ഷാമ്പു വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഴുക്ക് നന്നായിട്ട് ഇളകാനായിട്ട് ഉപകരിക്കണം ഒന്നാണ് ഷാമ്പു. അപ്പം ഞാൻ ഷാമ്പു അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങയാണ് എടുക്കുന്നത്. അതിനുശേഷം നാരങ്ങാനീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ കാലുകളാണിട്ടത്. ഇനി ഞാൻ ബക്കറ്റിലേക്ക് ഒരു 10 മിനിറ്റോളം കാല് മുക്കി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ അഴുക്കുകൾ ഇളകും. ഒരു 15 മിനിറ്റ് കാല് വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് കാലിൽ നല്ലപോലെ വിരലിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ ഉരയ്ക്കണത് നല്ലതാണ്. കാരണം ഒരുപാട് അഴുക്കിളകും. അപ്പോൾ കാല് നല്ലപോലെ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഉരച്ച് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ക്യൂടെക്സ് ഒക്കെ ഉണ്ട്. കുറേ നാൾക്ക് മുമ്പിട്ട ക്യൂടെക്സാണ്. അപ്പോൾ ഇതൊന്ന് റിമൂവർ വെച്ചിട്ട് ഞാൻ ഡാസിലറിൻ്റെ ഈ റിമൂവറാണ് യൂസ് ചെയ്യാറ്. ഇത് വെച്ചിട്ട് ഈ നെയിൽ പോളിഷ് വെച്ചിട്ട് നമുക്കൊന്നത് റിമൂവ് ചെയ്യാം. അപ്പം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ക്യൂടെക്സ്. നെയിൽ പോളിഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്തപ്പം തന്നെ പ്രത്യേക ഒരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് കാലിൽ. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച പ്രൊഡക്റ്റാട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഭയങ്കര ഉപകരിക്കണം ഒന്നാണ്. ഇതിലെല്ലാ ടൂൾസൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, വളരെ കുറച്ച് ഉപയോഗിക്കാറ്. പക്ഷേ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവമാണിത്. ഇനി നെയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ അടുത്ത് നെയിൽ കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എടുക്കുന്നില്ല. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ക്രബാട്ടോ. ഇതിൽ ഞാൻ പഞ്ചസാര, പിന്നെ കാപ്പിപ്പൊടി, തക്കാളി വെച്ചിട്ടാണ് ഇത് സ്ക്രബ് ചെയ്യണത്. നമ്മുടെ കാല് സ്ക്രബ് ചെയ്യാൻ, അതിൽ ഫേസൊക്കെ സ്ക്രബ് ചെയ്യണമെങ്കിൽ ഭയങ്കര നല്ല ഒരു ഐറ്റമാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കട്ടത്തൈരും കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇവിടെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. കാപ്പിപ്പൊടിയും പഞ്ചസാരയും യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ എവറി യൂത്തിൻ്റെ നാച്ചുറൽ സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്. ഇത് വളരെ നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേ ഹോം റെമഡി ആയിട്ട് കാപ്പിപ്പൊടിയും പഞ്ചസാരയും യൂസ് ചെയ്താൽ മതി.
കാലിൻ്റെ അടി നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അലോവേറയുടെ ജെല്ല് യൂസ് ചെയ്ത് ഞാൻ മസാജ് ചെയ്യാറുണ്ട്. ഇതും മീഷോന്ന് മേടിച്ച പ്രൊഡക്റ്റാണ്. നല്ല സ്മെല്ലാണ്, നല്ല നാച്ചുറലായിട്ട് അലോവേറയുടെ നല്ല സ്മെല്ലാണ് ഇതിന്. പെഡിക്യൂർ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കാലുകളാട്ടോ നല്ല വൃത്തിയായിട്ടുണ്ട്, കാലിൻ്റെ അടിയൊക്കെ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.